ഒരു പകൽ അരമണിക്കൂറിൽ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ടോപ്പ് 7 at 7-ലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 91.35% ഫോമുകൾ പൂർത്തിയാക്കി. ഒരു മാസത്തേക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും പരാതി നൽകാനും അവസരമുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു കേൽഖർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂട്ടിച്ചേർത്തു. ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പീരിയഡ് ആണ്. ആർക്കെങ്കിലും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡ്രാഫ്റ്റ് റോൾ ഇലെ ഒബ്ജെക്ഷൻസ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് അവർക്ക് ഫയൽ ചെയ്യാം. പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6, ഓവർസീസ് എലക്ടേഴ്സ് പേര് ചേർക്കാനുണ്ടെങ്കിൽ ഫോം 6A, ഡിലീഷൻ ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 7, ഷിഫ്റ്റിംഗ് ആവശ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫോം 8. ഇതോടൊപ്പം ഡിക്ലറേഷൻ ഫോം കൂടി അത് ഫിൽ ചെയ്ത് തരണം എന്നുള്ളതാണ് നിലവിലുള്ള നിർദ്ദേശം. ഈ എല്ലാ ഫോംസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഓൺലൈൻ അവൈലബിൾ ആണ്. BLOമാരോട് ബന്ധപ്പെടുകയാണെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വേണമെങ്കിൽ പൂരിപ്പിച്ച് അവർക്ക് നൽകാൻ സാധിക്കും. പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ. പ്രശാന്ത്, ഈ SIRമായി ബന്ധപ്പെട്ട് വ്യാപകമായ കുപ്രചരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് വലിയ തോതിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം ഇത്തരം സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി നൽകുന്നതാണല്ലോ. ഗൗതം, ഈ SIR സംബന്ധിച്ച്, അതായത് SIR സംബന്ധിച്ചുള്ള കുപ്രചരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുകയും ചെയ്തു. കരട് പട്ടിക ഇപ്പോൾ അത് പൂർത്തിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ ആക്ഷേപങ്ങൾ അറിയിക്കാനുള്ള അവസരമെല്ലാം ഉണ്ട് എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നു. അതായത് 2,78,50,855 പേർക്കാണ് ഈ SIRമായി ബന്ധപ്പെട്ട ഫോം വിതരണം നടത്തിയത്. അതിൽ 2,54,42,352 പേർ ഫോം തിരികെ നൽകി. അതായത് 24,08,503 പേർ ആ പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിക്കുന്നത്. അതിനും അവസരമുണ്ട്. അതായത് ഇവർ സ്ഥലം മാറിപ്പോയതോ മരിച്ചുപോയതോ ആയിട്ടുള്ളവരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് പ്രാഥമികമായിട്ടൊരു നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഈ പേര് ചേർക്കപ്പെട്ടിട്ടില്ലാത്തവർക്ക് പേര് ചേർക്കുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ ഒരു മാസക്കാലം നിലവിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ SIRലെ കരട് പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് ഒരു മാസത്തിനുള്ളിൽ അതിൽ ഓൺലൈനായാലും ശരി അല്ലാതെയായാലും ശരി ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും അതോടൊപ്പം തന്നെ പേര് ചേർക്കപ്പെടാനുമുള്ള സൗകര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ തുടർന്നും, അതായത് ഫോം 6A പൂരിപ്പിച്ച് നൽകാം എന്നാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണെന്ന് അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് പരാതികൾ സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. അതിൽ ഈ ജനുവരി 22-ാം തീയതി വരെയാണ് ഈ പരാതി സ്വീകരിക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഹിയറിംഗിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ജില്ലാതലത്തിലുള്ള പരാതികൾ ജില്ലാ കളക്ടറെ അടക്കം അറിയിക്കുവാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സമ്പൂർണ്ണമായ രീതിയിൽ കരട് പട്ടിക പൂർത്തിയാക്കിക്കൊണ്ടാണ് SIRന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. നേരത്തെ തന്നെ പല വിധത്തിലുള്ള പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ, കുപ്രചരണങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ പോലും അതിനെല്ലാം തള്ളിക്കളയുന്ന രീതിയിൽ തന്നെയാണ്, സമഗ്രമായ രീതിയിൽ എല്ലാം കൃത്യവും വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഈ പട്ടിക പരിഷ്കരണം പൂർത്തിയായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചീഫ് ഇലക്ടറൽ ഓഫീസറും അത് തന്നെയാണ് കൃത്യമായി പറയുകയും ചെയ്തത്. എന്തായാലും ആരെയും പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുന്ന യാതൊരുവിധ സാഹചര്യമില്ല. എന്തായാലും BLOമാർ കളക്ട് ചെയ്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഫോമുകൾ കളക്ട് ചെയ്ത ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലും ഇനിയും ആർക്ക് വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പട്ടികയില്ല എങ്കിൽ ആ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. ഓരോ പൗരനും ഇതിൽ തങ്ങളുടെ പേര് ചേർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തുടർന്ന് ഇനിയും അങ്ങനെ പേര് ചേർക്കപ്പെടാത്തത് വിട്ടുപോയിട്ടുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവർക്ക് പേര് ചേർക്കാനുള്ള അവസരമുണ്ട്. അതിനായിട്ടുള്ള വിവിധ ഘട്ടങ്ങളായി തന്നെ ഇത് നടക്കുകയും ആക്ഷേപങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ഈ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് എത്തുവാൻ കഴിയുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഗൗതം. ഓക്കെ, SIRന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഈ കരട് വോട്ടർ പട്ടിക നമുക്ക് കാണാൻ സാധിക്കും. ഈ വോട്ടർ പട്ടികയിൽ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള സമയത്ത് അവർക്ക് കൃത്യമായ രേഖകൾ കാണിക്കാനും അങ്ങനെ വോട്ടർ പട്ടികയുടെ ഭാഗമാകാനുമുള്ള സമയവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ വാർത്തകളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേർന്നത്.
ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അതേസമയം പോറ്റി സ്പോൺസർ ചമച്ച് മറ്റുള്ളവരുടെ പണത്തിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ മൊഴിയിൽ പരാമർശിച്ച വ്യവസായി നൽകിയ മൊഴിയിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത്. പ്രധാനമായും പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് കടത്തി എന്നതാണ് മൊഴി. ചെന്നൈയിലെ ഡി മണി എന്ന വ്യാപാരിയും സംഘവുമാണ് തട്ടിപ്പിനായി തിരുവനന്തപുരത്ത് എത്തിയത് എന്നാണ് മൊഴി. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ദുബായ് കേന്ദ്രീകരിച്ചാണ് മണിയുടെ സാമ്പത്തിക ഇടപാടുകളെന്നും ഡിണ്ടിഗലിൽ നിന്നാണ് പണം കേരളത്തിലെത്തിയതെന്നും വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചമഞ്ഞത് മറ്റുള്ളവർ നൽകിയ പണത്തിലാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൻ മാത്രം പോറ്റിക്ക് നൽകിയത് 1.5 കോടി രൂപയാണ്. ചെന്നൈ, ആന്ധ്ര എന്നിവിടങ്ങളിലെ മറ്റു വ്യവസായികളും ദേവസ്വം ബോർഡിന് പണം നൽകിയത് പോറ്റി വഴിയാണ്. ഇതിൽ നിന്നും കിട്ടിയ പണം പോറ്റി വകമാറ്റി. കമ്മീഷൻ പൈസ പലിശയ്ക്ക് നൽകിയും പോറ്റി പണം സമ്പാദിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറെന്ന് CBI നിലപാട് ഹൈക്കോടതിയെ അറിയിക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിലാണ് നിലപാട് അറിയിക്കുക. അതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കക്ഷി ചേരാനായി അപേക്ഷ നൽകിയ MR അജയന് ഹൈക്കോടതി 10,000 രൂപ പിഴയിട്ടു. കക്ഷിയോ അഭിഭാഷകനോ ഹാജരാകാത്തതിനെ തുടർന്നാണ് പിഴ. കക്ഷി ചേരൽ അപേക്ഷയടക്കം 3-ലധികം ഹർജികളാണ് MR അജയൻ അവധിക്കാല ബെഞ്ചിന്റെ മുമ്പിലേക്ക് വെച്ചത്. 3 ഹർജികളിലും 10,000 രൂപ വീതം പിഴ വിധിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരൽ അപേക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കും. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഭാരതത്തിൽ വ്യാപക പ്രതിഷേധം. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. കൊൽക്കത്തയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവ് ദീപു ചന്ദ്രദാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കത്തിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഡൽഹി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ അരങ്ങേറിയത്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സുരക്ഷ ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് ഉയർത്തി മാർച്ച് തടഞ്ഞെങ്കിലും സംഘർഷത്തിൽ കലാശിച്ചു. കൊൽക്കത്തയിലും രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും സമാനമായ പ്രതിഷേധം അരങ്ങേറുകയാണ്. വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന് കേന്ദ്ര സർക്കാരും ബംഗ്ലാദേശ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടെ കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുന്ന പുതിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ ഹിന്ദു വീടുകൾ ആക്രമിക്കുകയും പുരുഷന്മാരെ മർദ്ദിക്കുകയും സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. കലാപഭീതിയിൽ ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് പലായനവും ആരംഭിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFും കോൺഗ്രസും ആദ്യം പരിഗണിച്ചിരുന്ന പേര് ദീപ്തി മേരി വർഗീസിൻ്റെതായിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് ദീപ്തിയുടെ പേര് വെട്ടിയത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ജനം TVക്കൊപ്പം തത്സമയം ചേരുകയാണ്. അത് എന്താണെന്നുള്ളത് നോക്കട്ടെ. ഇപ്പോൾ തൽക്കാലം എന്നെ ഏൽപ്പിച്ചത് ഈ നഗരസഭ ഭരണം തിരിച്ചു പിടിക്കുവാൻ നേതൃത്വം കൊടുക്കാനായിരുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ചാർജുള്ള കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഏൽപ്പിച്ചു. ഞാനത് എൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി ചെയ്തു. വലിയ വിജയം ലഭിച്ചു എന്ന് മാത്രമല്ല, വലിയ ഭൂരിപക്ഷം എനിക്ക് വ്യക്തിപരമായും ലഭിച്ചു. അത് ഈ ജനങ്ങൾ നൽകിയ വിജയമാണ്. അത് ഈ നഗരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ UDFകാർ ഒറ്റക്കെട്ടായി നിന്ന്
ഈ നഗരസഭാ ഭരണം നടത്തും. അല്ല അത്തരത്തിൽ KPCCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. സർക്കുലറിൽ ഏതാണ് പാലിക്കപ്പെടാത്തത് എന്നുള്ളത് ഇനിയുള്ളത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. പാലിക്കപ്പെടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേതൃത്വം അത് അന്വേഷിക്കട്ടെ. നിലവിലില്ല. ദീപ്തി മേരി വർഗീസ് ജനം TVയോട് പ്രതികരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ദീപ്തിയുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം ദീപ്തിയുടെ പേര് വെട്ടി. ഇതിൽ കടുത്ത അമർഷം ദീപ്തി മേരി വർഗീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പ്രതികരണമാണ് ജനം TVയോട് നൽകിയത്. സിനിമാ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികളോട് അനുകൂലമായി പ്രതികരിക്കാത്ത സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. സർക്കാർ തിയേറ്ററുകൾക്ക് സിനിമാ പ്രദർശനത്തിന് നൽകേണ്ടെന്നാണ് തീരുമാനം. KSFDCയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കും. ജനുവരി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. 10 വർഷമായി സർക്കാരിനു മുന്നിൽ വെച്ച ആവശ്യങ്ങളിൽ ഇതുവരെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ സമരത്തിന് ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി KSFDCയുടെ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് തീരുമാനം. ജനുവരി മുതൽ സർക്കാരുമായി യാതൊരു സഹകരണവും ഉണ്ടാകില്ലെന്നും ചേംബർ പ്രസിഡന്റ് അനിൽ തോമസ് അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് സമയത്ത് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രി ഭയങ്കര പ്രതിസന്ധിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരു സമര ആഹ്വാനം നടത്തിയിരുന്നു. ജൂൺ മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം, തിയേറ്ററുകൾ അടച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ട് ഇൻഡസ്ട്രി മൊത്തം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മീറ്റിങ്ങിന് വിളിക്കുകയും അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് സിനിമ കോൺക്ലേവ് ഓഗസ്റ്റിൽ നടത്തുന്നു, അതുവരെ നിങ്ങൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരവധി തവണ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും എല്ലാം നമ്മൾ കത്തെഴുതുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തിയേറ്ററുകളുടെ ബഹിഷ്കരണം സൂചനാ സമരം മാത്രമാണ്. കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നും ഫിലിം ചേംബർ അറിയിച്ചു. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി പൂർണ്ണമായി ഒഴിവാക്കണം, വൈദ്യുതി നിരക്കിൽ പ്രത്യേക താരിഫ് അനുവദിക്കണം തുടങ്ങിയവയാണ് ചേംബർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. തിയേറ്റർ ചെലവുകൾ വർദ്ധിക്കുകയാണ്. നിർമ്മാതാക്കൾക്ക് സബ്സിഡി നൽകുന്നില്ല. ഈ വർഷം 184 സിനിമകൾ റിലീസ് ചെയ്തെങ്കിലും 10-ൽ താഴെ എണ്ണം മാത്രമാണ് ലാഭം നേടിയത്. 10 വർഷമായി സിനിമാ മേഖലയ്ക്കായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ ആരോപിച്ചു. ജനം, കൊച്ചി. സാധാരണ ലോക നേതാക്കൾ നയതന്ത്ര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് അടച്ചിട്ട മുറികളിൽ നടത്തുന്ന ചർച്ചകളിലൂടെയാണ്. പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തനാകുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു കാറിൽ പരസ്പരം സംസാരിക്കുന്ന മോദിയും ലോക നേതാക്കളും. മാറിവരുന്ന നയതന്ത്ര ബന്ധം അർത്ഥവത്താക്കുന്നത് എന്താണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അന്താരാഷ്ട്ര നയതന്ത്രം എന്നത് സാധാരണ സംഭവിക്കുന്നതാണ്. എന്നാൽ അടച്ചിട്ട മുറികളിലെ സീരിയസ് ചർച്ചകൾക്ക് വിട. ഒരു വാഹനത്തിലെ പരിമിതമായ സ്ഥലത്തെ ചർച്ചകളിലേക്കുള്ള ചുവടുമാറ്റമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതിലൂടെ നേതാക്കൾക്കിടയിലെ ബന്ധങ്ങളും പരസ്പര വിശ്വാസത്തിന്റെയും മാറ്റങ്ങൾക്ക് കൂടിയാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതൽ ഒമാൻ കിരീടാവകാശി വരെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങൾ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. ആ സന്ദർശനങ്ങളിൽ മോദി നടത്തിയ കാർ യാത്രകൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാണ്. ജോർദാനിലെത്തിയ മോദിയെ പ്രോട്ടോകോൾ നോക്കാതെയാണ് ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ സ്വീകരിക്കാനെത്തിയത്. ജോർദാനിലെ ഏറ്റവും വലിയ മ്യൂസിയം കാണിക്കാനായി മോദിയെ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ BMW കാറിലായിരുന്നു. തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനത്തിലും കാർ ഒരു നിർണായക ഘടകമായി. മോദിയെ സ്വീകരിക്കാനായി പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി നേരിട്ടെത്തി, അതും സ്വന്തമായി ഡ്രൈവ് ചെയ്ത്. ഇതാദ്യമായല്ല മോദി ലോക നേതാക്കളുമായി കാർ യാത്ര നടത്തുന്നത്.
ചൈനയിലെ ടിയാൻജിനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച രാജ്യാന്തര നയതന്ത്ര ബന്ധങ്ങളുടെ പരമ്പരാഗത ശീലങ്ങളുടെ പൊളിച്ചെഴുത്തായിരുന്നു. ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഉച്ചകോടിക്കിടെയായിരുന്നു പുടിന്റെയും മോദിയുടെയും കാർ യാത്ര. പിന്നീട് പുടിൻ ഭാരതത്തിലെത്തിയപ്പോഴും മോദിയുമായി കാർ യാത്ര നടത്തിയതും ചർച്ചയായിരുന്നു. 2014 പ്രധാനമന്ത്രി മോദിയുടെ യുവ സന്ദർശന വേളയിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ സ്മാരകം സന്ദർശിക്കാനായി അന്നത്തെ US പ്രസിഡന്റ് ഒബാമയുമായി മോദി കാറിൽ സഞ്ചരിച്ചിരുന്നു. അന്ന് 10 മിനിറ്റിലേറെയാണ് ഇരുവരും കാറിൽ യാത്ര ചെയ്തത്. അന്തരിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയും മോദിയും തമ്മിലുള്ള സൗഹൃദവും എക്കാലവും പ്രശസ്തമാണ്. 2017 അഹമ്മദാബാദിൽ മാരുതി സുസുക്കി ജിപ്സിയിൽ ഇരുവരും നടത്തിയ റോഡ് ഷോ ഇന്നലെ എന്നതുപോലെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. 8 കിലോമീറ്റർ മോദിക്കൊപ്പം മോദിയുടെ ആദർശത്തെയും സ്വീകാര്യതയും ആബെ അനുഭവിച്ചറിഞ്ഞു. പ്രധാനമന്ത്രി മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ ഔദ്യോഗിക യോഗങ്ങളിൽ, പ്രത്യേകിച്ച് 2017ലും 2018ലും ഒരേ കാറിൽ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. കാർപൂൾ നയതന്ത്രം ട്രെൻഡ് മാർക്കാകുകയാണ് പ്രധാന സേവകൻ. ലോക നേതാക്കൾക്കിടയിലെ നയതന്ത്ര ഇഴയെടുപ്പവും വ്യക്തിബന്ധങ്ങളിലെ ദൃഢതയും ഊട്ടിയുറപ്പിക്കുകയാണ് നരേന്ദ്രമോദി. മോദി മാജിക് ലോക നേതാക്കൾക്കിടയിൽ ചർച്ചയാണ്. ന്യൂസ് ഡെസ്ക് ജനം. TP വധക്കേസ് പ്രതികളുടെ സുഹൃത്തുക്കളിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്നും അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നുമുള്ള കണ്ടെത്തലിൽ ജയിൽ DIG MK വിനോദ് കുമാറിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പണം വാങ്ങി ഇയാൾ തടവുകാർക്ക് അനധികൃത സൗകര്യങ്ങൾ ചെയ്തെന്ന് കണ്ടെത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദ്യത്തിലും വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ യൂണിറ്റ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ പ്രകാരം MK വിനോദ് കുമാറിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ നേപ്പാൾ സ്വദേശിനി ദുർഗാകാമിയുടെ ആരോഗ്യനില തൃപ്തികരം. അടുത്ത 74 മണിക്കൂർ നിർണായകം. ശസ്ത്രക്രിയയിൽ സ്വാഭാവികമായ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീർ ഷാ അറിയിച്ചു. ഇന്നലെയായിരുന്നു രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു ജില്ലാ തല ആശുപത്രിയിൽ ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത്. ഇതോടെ ടോപ്പ് 7 at 7 അവസാനിക്കുകയാണ്. ജനം ഡിബേറ്റിൽ അനിൽ നമ്പ്യാരത്തും. നമസ്തേ.